കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുന്നത് അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, പ്രതികളെ അവിടേക്ക് എത്തിക്കുമ്പോൾ ജയിലിന് മുന്നിൽ പാർട്ടി പ്രവർത്തകരുടെ വലിയ നിര മുദ്രാവാക്യ വിളികളുമായി സ്വീകരണം. ഒപ്പം മുതിർന്ന നേതാവ് പി ജയരാജനും പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഉണ്ടല്ലോ. പ്രതികളെ അവിടെ എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? കീർത്തന, ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ ഇപ്പോൾ ജയിലിനകത്തേക്ക് കയറിയിട്ടുണ്ട്. പ്രതികളെ കാണുന്നതിന് വേണ്ടി ജയിലിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിശദമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകും എന്നതാണ് പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ വിയ്യൂരിൽ നിന്നുള്ള പ്രതികൾ എത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പി ജയരാജൻ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 5 മിനിറ്റ് മാത്രം അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ചോദിച്ച ഘട്ടത്തിൽ റിജിത്തിൻ്റെ കൊല്ലപ്പെട്ട കണ്ണപുരത്ത് റിജിത്തിൻ്റെ വീട്ടിൽ പോയതാണ് എന്നതാണ് പി ജയരാജൻ വ്യക്തമാക്കിയത്. അതിനുശേഷം രണ്ടാം ഘട്ടമായി കാക്കനാട് ജയിലിൽ നിന്നുള്ള 5 പ്രതികൾ, ഇതിൽ കേസിൽ 20-ാം പ്രതിയായിട്ടുള്ള CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള അവശേഷിക്കുന്ന 5 പ്രതികളെ കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും എത്തിച്ചു. ആ ഘട്ടത്തിൽ പി ജയരാജൻ വീണ്ടും തിരിച്ചെത്തി. നമ്മൾ പ്രതികരണം തേടിയപ്പോൾ പറഞ്ഞത് പ്രതികളെ കാണാൻ തന്നെയാണ് എത്തിയിട്ടുള്ളത്. അതിൽ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കാണും എന്നതാണ് അറിയിച്ചത്. മറ്റ് സാധ്യമാവുന്ന എല്ലാ പ്രതികളെയും കാണും. അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം ആ പ്രതികൾക്ക് നൽകും. അതിനുശേഷം തിരിച്ച് ഇറങ്ങിയതിന് ശേഷം വിശദമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഈ പ്രതികൾ ഇവിടെ എത്തിക്കുന്ന ഘട്ടത്തിൽ കാസർഗോഡ് നിന്നുൾപ്പെടെ എത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർ മുദ്രാവാക്യം വിളികളോടാണ് ഈ പ്രതികളെ സ്വീകരിച്ചത്. അഭിവാദ്യം ചെയ്താണ് ജയിലിനകത്തേക്ക് കയറുന്ന ഘട്ടത്തിൽ അഭിവാദ്യം ചെയ്താണ് അവരെ സ്വീകരിച്ചത് എന്ന നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ പി ജയരാജൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം പ്രതികളെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങും. അതിനുശേഷം വീണ്ടും പ്രതികരണം നൽകും എന്നതാണ് അറിയിച്ചിരുന്നത്. 9 പ്രതികളെയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എത്തിച്ചത്. അതിൽ 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ ആദ്യ 8 പ്രതികൾ, 10-ാം പ്രതി, അങ്ങനെ 9 പ്രതികളെ വിയ്യൂരിൽ നിന്ന് എത്തിച്ചു. അതിനുശേഷം കാക്കനാട് ജില്ലാ ജയിലിലുണ്ടായിരുന്ന 5 പ്രതികളെ എത്തിച്ചു. നേരത്തെ CBI കോടതിയിൽ നൽകിയിട്ടുള്ള അപേക്ഷ പരിഗണിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജയിൽ വകുപ്പ് ഈ ജയിൽ മാറ്റ നടപടി സ്വീകരിച്ചതെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തമ്പടിച്ച് കാത്തിരിക്കുകയാണ്. ശരി, പെരിയ കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രതികളെ കാണാനായി അവിടെ മുതിർന്ന നേതാവ് പി ജയരാജൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജയിലിനകത്തേക്ക് പോയിരിക്കുകയാണ്. മുദ്രാവാക്യ വിളികളുമായാണ് പാർട്ടി പ്രവർത്തകർ പ്രതികളെ കാത്തുന്നത്. വിവരങ്ങളാണ് അരുൺ പൂപ്പറമ്പ് നൽകിയത്.